ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള ഇന്ത്യൻ കപ്പലുകളുടെ യാത്ര സുരക്ഷിതമാക്കാൻ ഇന്ത്യ നടത്തിയ നയതന്ത്ര നീക്കങ്ങൾ ലക്ഷ്യത്തിലെത്തുന്നു. ഹോർമൂസ് കടലിടുക്ക് കടക്കാൻ ഇന്നലെ അനുവാദം ലഭിച്ചത് LPG ടാങ്കറുകളായ BWEML, BWTYR എന്നിവയ്ക്കാണ്. രണ്ട് കപ്പലുകളും ചെന്നൈ ആസ്ഥാനമായുള്ള BW ഗ്ലോബൽ യുണൈറ്റഡ് LPG കമ്പനിയുടേതാണ്. 4 ക്രൂഡ് ഓയിൽ ടാങ്കറുകൾ, ഒരു LNG ടാങ്കറുകൾ ഉൾപ്പെടെ ഹോർമൂസിൽ തുടരുന്നുണ്ട്. നിലവിൽ കടലിടുക്കിലുള്ളത് 18 ഇന്ത്യൻ കപ്പലുകളാണ്. കഴിഞ്ഞ രണ്ടാഴ്ചയ്ക്കിടെ ഹോർമൂസ് കടലിടുക്കിലൂടെ കടന്നുപോയത് ശിവാലിക്, നന്ദാദേവി, ജഗ്ബസന്ത്, പൈൻ ഗ്യാസ് എന്നീ 4 LPG ടാങ്കറുകളാണ്. പിന്നാലെ ഇന്നലെ 2 ടാങ്കറുകൾ കൂടി അനുമതി ലഭിച്ചു. ഹോർമൂസ് കടലിടുക്കിലൂടെ ഇന്ത്യൻ കപ്പലുകൾ സുരക്ഷിതമായി കടന്നുപോകുന്നതിനായി ഇന്ത്യ ഇറാനുമായി നയതന്ത്ര തലത്തിൽ ഇടപെട്ടിട്ടുണ്ട്. പശ്ചിമേഷ്യൻ യുദ്ധ സാഹചര്യത്തിൽ അന്തർമന്ത്രാലയ സമിതിയുടെ യോഗം ചേർന്ന് രാജ്യത്തെ സ്ഥിതിഗതികൾ വിലയിരുത്തി. യുദ്ധം നീണ്ടാൽ സ്വീകരിക്കേണ്ട നടപടികൾ ചർച്ചയായി. ഊർജ്ജ ലഭ്യത ഉറപ്പാക്കാനുള്ള നടപടികളിലും ചർച്ച നടന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വേണ്ട ഇടപെടലുകൾ നടത്തുന്നുണ്ടെന്നും ഇന്ത്യയുടെ താൽപര്യം സംരക്ഷിക്കുകയാണ് ലക്ഷ്യമെന്നും പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പ്രതികരിച്ചു. ഇന്ധനവുമായി കൂടുതൽ കപ്പലുകൾ ഇന്ന് ഹോർമൂസ് കടക്കും. PNG കണക്ഷനുകൾക്ക് അനുമതി വേഗത്തിലാക്കണമെന്ന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. 50 ലക്ഷം പുതിയ PNG കണക്ഷൻ എന്ന ലക്ഷ്യത്തിലേക്ക് എത്തണം. അന്തർമന്ത്രാലയ യോഗത്തിലാണ് നിർദ്ദേശം. ദീർഘകാലാടിസ്ഥാനത്തിലുള്ള തന്ത്രങ്ങൾ ആവിഷ്കരിക്കണമെന്ന് യോഗത്തിൽ രാജ്നാഥ് സിംഗ് ആവശ്യപ്പെട്ടു. അതിനിടെ പാകിസ്ഥാന്റെ 20 കപ്പലുകൾ ഹോർമൂസ് വഴി വിടാൻ ഇറാൻ അനുമതി നൽകിയിട്ടുണ്ട്. പ്രതിദിനം 2 കപ്പലുകൾ വീതം കടക്കും. വരും ദിവസങ്ങളിൽ കൂടുതൽ ഇന്ധന കപ്പലുകൾ ഇന്ത്യയിലേക്ക് എത്തുമെന്നാണ് പ്രതീക്ഷ. ലോകത്തെ എണ്ണവാതക വിതരണത്തിന്റെ 20% കടന്നുപോകുന്ന ഹോർമൂസ് കടലിടുക്ക് ഇന്ന് ഒരു യുദ്ധക്കളമായി മാറിയിരിക്കുകയാണ്. കേവലം ഊർജ്ജപാത എന്നതിലുപരി ഗൾഫ് മേഖലയിലെ 100 ദശലക്ഷത്തിലധികം ആളുകളുടെ ജീവനാഡിയാണ് ഈ ജലപാത. ഇറാനും അമേരിക്കയും ഇസ്രായേലും തമ്മിലുള്ള സൈനിക നീക്കങ്ങൾ ശക്തമായതോടെ ഈ മേഖലയിലേക്കുള്ള ഭക്ഷ്യവസ്തുക്കളുടെ ഒഴുക്ക് ഏതാണ്ട് നിലച്ച മട്ടാണ്. കടുത്ത വേനലും കൃഷിയോഗ്യമല്ലാത്ത ഭൂമിയും കാരണം ഭക്ഷണത്തിനായി വിദേശ രാജ്യങ്ങളെ ആശ്രയിക്കുന്ന ഗൾഫ് രാജ്യങ്ങൾക്ക് ഈ പ്രതിസന്ധി വൻ തിരിച്ചടിയാണ് നൽകുന്നത്. ഹോർമൂസ് കടലിടുക്ക് വഴിയുള്ള ചരക്ക് കപ്പലുകൾക്ക് നേരെയുള്ള നിരന്തരമായ ആക്രമണങ്ങൾ കപ്പൽ കമ്പനികൾ ഈ പാത ഉപേക്ഷിക്കാൻ നിർബന്ധിതരായിരിക്കുകയാണ്. ഫെബ്രുവരി അവസാനം മുതൽ ഇതുവരെ 20ലധികം കപ്പലുകൾ ആക്രമിക്കപ്പെട്ടു കഴിഞ്ഞു. ഇതോടെ വിതരണ ശൃംഖലകൾ കോവിഡ് കാലത്തേക്കാൾ വലിയ തടസ്സങ്ങളെയാണ് ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഷിപ്പിംഗ് ചെലവ് കുത്തനെ ഉയർന്നതാണ് ചില്ലറ വ്യാപാരികളെ വലയ്ക്കുന്ന പ്രധാന ഘടകം. ഒരു കണ്ടെയ്നറിന് മുൻപ് നൽകിയിരുന്നതിനേക്കാൾ 4 ഇരട്ടി വരെ അധിക തുകയാണ് ഇപ്പോൾ ഇൻഷുറൻസ് സർചാർജായി ഈടാക്കുന്നത്. യൂറോപ്പിൽ നിന്ന് ജിദ്ദയിലേക്ക് സാധനങ്ങൾ എത്തിക്കാൻ മുൻപ് $3400 മതിയായിരുന്നിടത്ത് ഇപ്പോൾ $14,500 വരെ നൽകേണ്ടി വരുന്നു. ഈ വർദ്ധിച്ച ചിലവ് ഒടുവിൽ സാധാരണക്കാരായ ഉപഭോക്താക്കളുടെ പോക്കറ്റിനെയാണ് ബാധിക്കുന്നത്. പാൽ, പച്ചക്കറികൾ തുടങ്ങിയ നിത്യോപയോഗ സാധനങ്ങൾക്ക് 20% വരെ വില വർധനവ് ഉണ്ടായേക്കാം. ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള യാത്ര അപകടകരമായതോടെ കപ്പലുകൾ വഴിതിരിച്ചുവിടുകയാണ്. ദുബായിലെ ജബൽ അലി തുറമുഖത്തേക്ക് വരേണ്ട പല കണ്ടെയ്നറുകളും ഇപ്പോൾ ഇന്ത്യയിലെ മുന്ദ്രയിലോ ശ്രീലങ്കയിലെ കൊളംബോയിലോ ആണ് ഇറക്കുന്നത്. അവിടെ നിന്ന് കരമാർഗം ട്രക്കുകളിൽ സാധനങ്ങൾ ഗൾഫിലെത്തിക്കുക എന്നത് ലോജിസ്റ്റിക് പരമായി വലിയ വെല്ലുവിളിയാണ്. ട്രക്കിംഗ് ചിലവ് മാത്രം ഒരു കണ്ടെയ്നറിന് $4000 മുതൽ $9000 വരെയായി ഉയർന്നിരിക്കുകയാണ്. കടൽമാർഗം തടസ്സപ്പെട്ടതോടെ പല കമ്പനികളും വിമാനച്ചരക്ക് ഗതാഗതത്തെ ആശ്രയിക്കാൻ തുടങ്ങിയെങ്കിലും അതും സുരക്ഷിതമല്ല. ഡ്രോൺ ആക്രമണങ്ങളെ തുടർന്ന് ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളം പലതവണ താൽക്കാലികമായി അടച്ചുപൂട്ടേണ്ടി വന്നു. ഇത് വിമാനച്ചരക്ക് ഗതാഗതത്തെയും വലിയ തോതിൽ ബാധിച്ചു. ഇന്ധന ടാങ്കറുകൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ വ്യോമയാന മേഖലയിലും അനിശ്ചിതത്വം സൃഷ്ടിക്കുകയാണ്. നിലവിലെ പ്രതിസന്ധി പരിഹരിക്കാൻ സ്പിന്നീസ് പോലുള്ള പ്രമുഖ റീറ്റെയിലർമാർ പുതിയ ബദൽ മാർഗങ്ങൾ കണ്ടെത്തുകയാണ്. UK-യിൽ നിന്ന് ഫ്രാൻസ് വഴി തുർക്കിയിലേക്കും അവിടെ നിന്ന് ഇറാഖ്, സൗദി അറേബ്യ വഴി UAE-യിലേക്കും റോഡ് മാർഗം സാധനങ്ങൾ എത്തിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. നിർത്താതെ ഓടിച്ചാൽ 72 മണിക്കൂർ കൊണ്ട് ഈ യാത്ര പൂർത്തിയാക്കാൻ കഴിയുമെന്നും ഇത് വിമാനച്ചരക്കിനേക്കാൾ 40% ലാഭകരമാണെന്നും വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. GCC രാജ്യങ്ങൾ ഈ തടസ്സങ്ങൾ ലഘൂകരിക്കാൻ സംയുക്തമായി ശ്രമിക്കുന്നുണ്ട്. ഒമാനും UAE-യും ചേർന്ന് ജബൽ അലി തുറമുഖങ്ങൾക്കിടയിൽ പുതിയ വ്യാപാര ഇടനാഴി അവതരിപ്പിച്ചു. ക്ലിയറൻസ് നടപടികൾ വേഗത്തിലാക്കി ഭക്ഷണ സാധനങ്ങൾ വിപണിയിൽ എത്തിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നത്. എന്നിരുന്നാലും ഇൻഷുറൻസ് പ്രീമിയം വർധനവ് പല ചെറുകിട വ്യാപാരികളെയും കടുത്ത പ്രതിസന്ധിയിലാക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.